أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. وقل رب أدخلني مدخل صدق وأخرجني مخرج صدق واجعل لي من لدنك سلطانا نصيرا. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ഖുർആൻ ബദം 906 ദിവസത്തിലേക്ക് എല്ലാവരെയും ഹാർദമായി സ്വാഗതം ചെയ്യുന്നു. സൂറത്ത് ഇസ്രായിലെ 80-ാമത്തെ ആയത്താണ് ഇന്ന് പഠന വിധേയമാക്കുന്നത്. ക്ലാസ് ആരംഭിക്കുന്നതിനായി ആദരണീയനായ ഡോക്ടർ എ.ഐ. വിനായത്തുള്ള സാഹിബിനെ ക്ഷണിക്കുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. വഖുർ റബ്ബി അദ്ഖിൽനി മുദ്ഖല സിദ്ഖ് വഅഖ്രിജ്നി മുഖ്റജ സിദ്ഖ് വജ്അൽ ലീ മിൻ ലദുൻക സുൽത്താനൻ നസീറാ. സദഖല്ലാഹുൽ അലിയ്യുൽ അസീം. സൂറത്തുൽ ഇസ്രായിലെ 80-ാമത്തെ ആയത്താണ് ഞാൻ നിങ്ങളെ കേൾപ്പിച്ചിട്ടുള്ളത്. വളരെ ചെറിയൊരു ആയത്താണ്, വളരെ പ്രാധാന്യമുള്ള, വളരെ നിർണായകമായ ചില സൂചനകൾ അടങ്ങിയിട്ടുള്ള നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ദൗത്യ നിർവഹണത്തിന്റെയും ജീവിത പ്രയാണത്തിന്റെയും ഒക്കെ വളരെ സുപ്രധാനമായ ഒരു അടയാളപ്പെടുത്തലായി നിലകൊള്ളുന്ന ഒരു ആയത്താണ് സൂറത്തുൽ ഇസ്രായിലെ ഈ 80-ാമത്തെ ആയത്ത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നേരിട്ടുകൊണ്ടിരുന്ന വെല്ലുവിളികൾ നിറഞ്ഞ സാഹചര്യത്തെ കൈകാര്യം ചെയ്യാൻ വേണ്ടി ഒരു പോംവഴി പറഞ്ഞു കൊടുക്കുകയായിരുന്നു തൊട്ടു മുന്നേ നമ്മൾ ചർച്ച ചെയ്ത ആയത്തുകളിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല. പ്രവാചകരെ, താങ്കൾ സ്വലാത്ത് നടപ്പിലാക്കുക, സ്വലാത്ത് നിലനിർത്തുക, നമസ്കാരം നിലനിർത്തുക. സൂര്യൻ മധ്യാഹ്നത്തിൽ നിന്ന് തെന്നിയത് മുതൽ രാവ് ഇരുട്ടുന്നത് വരെ, അതുപോലെ തന്നെ പ്രഭാതവേളയിലെ പാരായണമായിട്ടും, നിശ്ചയമായിട്ടും പ്രഭാതവേളയിലെ പാരായണം അത് സാക്ഷ്യം വഹിക്കപ്പെടുന്നതാണ്. അതുപോലെ രാത്രി ഏറെ ചെന്ന നേരത്ത് ഉറക്കിൽ നിന്ന് എണീറ്റ് നീ ആ പാരായണത്തിൽ ഏർപ്പെട്ടുകൊണ്ട് സ്വലാത്ത് നിർവഹിക്കുക. അത് ഐച്ഛികമായി നിനക്ക് അധികമായിട്ട് നിർവഹിക്കാനുള്ള ഒരു സംഗതിയാണ്. ഒരുപക്ഷെ അള്ളാഹു താങ്കളെ ഉന്നതമായ, സ്തുത്യർഹമായ ഒരു പദവിയിലേക്ക് എത്തിച്ചേക്കും. ഇതിന്റെ ഫലമായിട്ട് ഉന്നതമായ ഒരു പദവിയിലേക്ക് ഉയർത്തിയേക്കും എന്നാണ് ഇന്നലെ നമ്മൾ വായിച്ച ഭാഗത്ത് അടങ്ങിയിട്ടുണ്ടായിരുന്നത്. നമ്മളത് വിശദമായിട്ട് മനസ്സിലാക്കാൻ ശ്രമിക്കുകയുണ്ടായി. മിഅ്റാജിന്റെ സന്ദർഭത്തിൽ നിർബന്ധമാക്കപ്പെട്ട 5 നേരത്തെ നമസ്കാരം, അതിന്റെ ചില വിശദാംശങ്ങളാണ് ഈ ആയത്തുകളിൽ നൽകപ്പെട്ടത്. ഇത് സംബന്ധമായി വേറെയും ചില ആയത്തുകൾ ഖുർആനിൽ നമുക്ക് കാണാൻ കഴിഞ്ഞിട്ടുള്ളതാണ്. നമ്മൾ പിന്നിട്ട ഭാഗങ്ങളിൽ തന്നെ ചില ആയത്തുകൾ നമ്മൾ വളരെ വിശദമായിട്ട് ചർച്ച ചെയ്തിട്ടുള്ളതാണ്. അതുകൊണ്ട് അത് സംബന്ധമായ കൂടുതൽ ചർച്ചയിലേക്ക് ഞാനിപ്പോ തൽക്കാലം പോകുന്നില്ല. അപ്പൊ ഈ ഒരു പശ്ചാത്തലത്തിൽ അതിനോട് ചേർന്നുകൊണ്ട് അള്ളാഹു നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് നൽകുന്ന ഒരു നിർദ്ദേശമാണ് ഇന്ന് നമ്മൾ വായിച്ച ആയത്തില് അടങ്ങിയിട്ടുള്ളത്. ഒരേ ഒരു ആയത്താണ് നമ്മൾ വായിച്ചിട്ടുള്ളത്, 80. സൂറത്തുൽ ഇസ്രായിലെ 80-ാമത്തെ ആയത്താണ്. അപ്പൊ അതില് അള്ളാഹു ഒരു പ്രത്യേക നിർദ്ദേശം നൽകുന്നത് നമുക്ക് കാണാൻ കഴിയും. വഖുൽ, പ്രവാചകരെ ഇങ്ങനെ പറയുക, ഇങ്ങനെ പ്രാർത്ഥിക്കുക.
ഖുൽ എന്ന് പറഞ്ഞ പറയുക എന്നാണ് അതിന്റെ അടിസ്ഥാനപരമായ അർത്ഥമെങ്കിലും ഈ ഒരു സന്ദർഭത്തിൽ അതിന് പ്രാർത്ഥിക്കുക എന്ന ഒരു ആശയം സൂചിപ്പിക്കുന്നതായിട്ട് കാണാൻ കഴിയും. വഖുൽ, പ്രവാചകരെ താങ്കൾ ഇങ്ങനെ പ്രാർത്ഥിക്കുകയും ചെയ്യുക. റബ്ബി അദ്ഖിൽനി മുദ്ഖല സിദ്ഖിൻ, എന്റെ നാഥ നീ എന്നെ എങ്ങോട്ട് പ്രവേശിപ്പിക്കുന്നുവെങ്കിലും സത്യത്തോടൊപ്പം പ്രവേശിപ്പിക്കണമേ. വ അഖ്രിജ്നി മുഖ്റജ സിദ്ഖിൻ, നീ എന്നെ എങ്ങോട്ട് ഏതിൽ നിന്ന് പുറത്തു കൊണ്ടുവരുന്നെങ്കിലും അത് സത്യത്തോടൊപ്പം എന്നെ നീ പുറത്തു കൊണ്ടുവരണമേ. വജഅൽ ലീ മിൻ ലദുൻക സുൽത്താനൻ നസീറ, അതുപോലെ തന്നെ ഒരു അതിനോട് ചേർത്ത് പറയേണ്ട ഒരു പ്രാർത്ഥനയാണ് ഇവിടെ നിർദ്ദേശിക്കപ്പെടുന്നത്. വജഅൽ ലീ, അല്ലാഹുവേ നീ എനിക്ക് ഒരുക്കി തരണമേ, നിശ്ചയിച്ചു തരണമേ. മിൻ ലദുൻക, നിന്നിൽ നിന്നുള്ള, സുൽത്താനൻ നസീറ, സഹായമായിക്കൊണ്ടുള്ള ഒരു അധികാരം, നിന്റെ പക്കൽ നിന്നുള്ള സഹായമാകുന്ന വിധത്തിലുള്ള ഒരു അധികാരം, ഒരു ശക്തി, ഒരു സുൽത്താൻ നീ എനിക്ക് ഒരുക്കി തരണമേ. ഇതാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് അല്ലാഹു ഈ പ്രത്യേക ഘട്ടത്തിൽ പ്രാർത്ഥിക്കാൻ വേണ്ടി ആവശ്യപ്പെടുന്നത്. ഹിജ്റയോട് അടുത്ത് നിൽക്കുന്ന സമയമാണ്. ഈ സൂറത്ത് അവതരിച്ച് ഏതാനും മാസങ്ങൾക്കുള്ളിൽ തന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയും അനുയായികളും മക്കയിൽ നിന്ന് മദീനയിലേക്ക് പലായനം ചെയ്യുകയാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പലായനത്തിന് സമയമായിരിക്കുന്നു എന്നത്, അല്ലെങ്കിൽ സമയമായിക്കൊണ്ടിരിക്കുന്നു എന്നത് ഈ ആയത്തിൽ സൂചിപ്പിക്കപ്പെടുന്നതായിട്ട് നമുക്ക് കാണാൻ കഴിയും. നമസ്കാരത്തിന്റെ ഏറ്റവും അള്ളാഹുവുമായി അടുപ്പമുണ്ടാക്കുന്ന വിധത്തിൽ നിർവഹിക്കുക വഴി അവർ നേരിട്ടുകൊണ്ടിരുന്ന ആ ക്ലേശകരമായ പ്രതിസന്ധി നിറഞ്ഞ അവസ്ഥയിൽ അള്ളാഹു അവർക്കൊരു മാറ്റം ഉണ്ടാക്കി കൊടുക്കും. അവര് അകപ്പെട്ടിരിക്കുന്ന പ്രതിസന്ധികളിൽ നിന്ന് അവരെ അള്ളാഹു മോചിപ്പിക്കും. അതിന് അവരെ യോഗ്യരാക്കുന്ന, അതിനുവേണ്ടി അവർക്ക് വഴി തുറന്നു കൊടുക്കാൻ സാഹചര്യമൊരുക്കുന്ന ഒരു കർത്തവ്യമാണ്, ഒരു കർമ്മമാണ് ഈ ചൂണ്ടിക്കാണിക്കപ്പെട്ടിട്ടുള്ള പ്രാർത്ഥന എന്നത്. 5 നേരത്തെ നമസ്കാരവും അതുകൂടാതെ തഹജ്ജുദ് നിർവഹിക്കാൻ വേണ്ടി നിർദ്ദേശിക്കപ്പെട്ടതൊക്കെ അതിന് സാഹചര്യം ഒരുക്കുന്ന വിധത്തിലുള്ളതാണ് എന്നുകൂടി നമുക്ക് കാണാൻ കഴിയും. എന്നിട്ട് ഈ പ്രാർത്ഥനാ വേളകളിലും അല്ലാത്തപ്പോഴും ഒക്കെ ഈ ഒരു കാര്യം അള്ളാഹുവിനോട് തേടിക്കൊണ്ടിരിക്കാൻ വേണ്ടിയാണ് അള്ളാഹു ഇന്ന് നമ്മൾ വായിച്ച ഈ 80-ാമത്തെ ആയത്തില് നിർദ്ദേശിക്കുന്നത്. വഖുൽ, പ്രവാചകരെ ഇങ്ങനെ പ്രാർത്ഥിക്കുകയും ചെയ്യുക, ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുക. റബ്ബി അദ്ഖിൽനി മുദ്ഖല സിദ്ഖിൻ. ദഖല എന്ന് പറഞ്ഞ പ്രവേശിച്ചു എന്നാണ്. അദ്ഖിൽ എന്ന് പറഞ്ഞ പ്രവേശിപ്പിക്കുക. അദ്ഖിൽനി, എന്നെ നീ പ്രവേശിപ്പിക്കുക. മുദ്ഖല സിദ്ഖിൻ, സത്യാധിഷ്ഠിതമായിട്ടുള്ള ഒരു പ്രവേശനം. ഞാനിപ്പോ പ്രതിസന്ധിയിലകപ്പെട്ട അവസ്ഥയാണുള്ളത്. പക്ഷെ ഇവിടുന്ന് മുക്തി നേടുന്ന വിധത്തിൽ മറ്റൊരിടത്തേക്ക്, മറ്റൊരു അവസ്ഥയിലേക്ക് ഞാൻ പ്രവേശിക്കുന്നത് ഏതൊരു സത്യം ഉയർത്തിപ്പിടിക്കാൻ വേണ്ടിയാണോ ഞാൻ ഈ ത്യാഗങ്ങളൊക്കെ അനുഭവിക്കേണ്ടി വന്നിട്ടുള്ളത്, ഈ വെല്ലുവിളികളൊക്കെ നേരിടേണ്ടി വന്നിട്ടുള്ളത്, ആ സത്യം കൈമോശം വന്നുകൊണ്ട് ഒരു കാരണവശാലും ആകാൻ പാടില്ല. എനിക്ക് ആ സത്യം ഉയർത്തിപ്പിടിച്ചുകൊണ്ട് ആ സത്യത്തിന് വേണ്ടി നിലകൊള്ളുന്ന വിധത്തിൽ തന്നെ ഈ അവസ്ഥയിൽ നിന്ന് മറ്റൊരവസ്ഥയിലേക്ക് പ്രവേശിക്കാൻ നീ വഴി തുറന്നു തരണമേ എന്നാണ് ഈ പറഞ്ഞതിന്റെ ചുരുക്കം. വഖുൽ റബ്ബി അദ്ഖിൽനി മുദ്ഖല സിദ്ഖിൻ. അല്ലാഹുവേ, എന്റെ നാഥ
നീ എന്നെ മുദ്ഖല സിദ്ഖിലേക്ക് പ്രവേശിപ്പിക്കണമേ. അദ്ഖിൽ നീ എന്ന് പറഞ്ഞാൽ പ്രവേശിപ്പിക്കുക. മുദ്ഖല സിദ്ഖ് എന്ന് പറഞ്ഞാൽ സത്യം മുൻനിർത്തിക്കൊണ്ട്, സത്യം ഉയർത്തിപ്പിടിച്ചുകൊണ്ട്, സത്യം നിലനിർത്തിക്കൊണ്ട് പ്രവേശിക്കാൻ സാധിക്കുന്ന ഒരു സ്ഥലം, ഒരിടം, അതാണ് സൂചിപ്പിക്കപ്പെടുന്നത്. അപ്പൊ സത്യം കൈമുതലായി നിലനിർത്തിക്കൊണ്ട് തന്നെ എനിക്ക് മറ്റൊരു സാഹചര്യത്തിലേക്ക്, മറ്റൊരവസ്ഥയിലേക്ക് പ്രവേശിക്കാൻ നീ വഴിയൊരുക്കി തരണമേ എന്നാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് പ്രാർത്ഥിക്കാൻ വേണ്ടി അള്ളാഹു ആവശ്യപ്പെടുന്നത്. മക്കയില് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വെല്ലുവിളികൾ നേരിടേണ്ടി വന്നത് അള്ളാഹു അദ്ദേഹത്തെ ചുമതലപ്പെടുത്തിയ സത്യം ഉയർത്തിപ്പിടിച്ചതുകൊണ്ടും അത് പ്രബോധനം ചെയ്തതുകൊണ്ടും ഒക്കെയാണ്. അതിലേതെങ്കിലും നിലക്കുള്ള വെള്ളം ചേർക്കലിന്, അത് കൈവെടിയാനോ അതില് വല്ല ശോഷണം വരുത്താനോ വല്ല കൂട്ടിക്കലർത്തലുകൾ ഉണ്ടാകുന്നതിനെ അനുവദിക്കാനോ ഒക്കെ സന്നദ്ധനാകുകയാണെങ്കിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ സംബന്ധിച്ചിടത്തോളം മക്കയിൽ നിന്ന് പുറത്തു പോകേണ്ടി വരുന്ന ഒരവസ്ഥയൊന്നും ഉണ്ടാവില്ല. നാട്ടുകാർ അദ്ദേഹത്തെ ശിരസിലേറ്റി കൊണ്ടു നടക്കാൻ സന്നദ്ധരാകും. അവരദ്ദേഹത്തെ അവരുടെ അധികാരിയായിട്ട്, രാജാവായിട്ട് വാഴിക്കാനൊക്കെ സന്നദ്ധരാകും. അദ്ദേഹത്തിന്റെ ഏത് അഭിലാഷവും സാക്ഷാത്കരിച്ചു കൊടുക്കാൻ അവര് ഒരുങ്ങി തയ്യാറായി വരികയും ചെയ്യും. പക്ഷെ അങ്ങനെ ആദർശത്തില് മുന്നോട്ട് വെക്കുന്ന ജീവിത ദർശനത്തില് വല്ലതൊക്കെ കൂട്ടിക്കലർത്തി, അല്ലെങ്കിൽ അതിലൊരു ഡൈല്യൂഷൻ ഉണ്ടാക്കി, അതിനെ നാശമാക്കി, അതിനെ സത്യരഹിതമാക്കി മാറ്റി മക്കയില് അങ്ങനെ ജനകീയനാവാനുള്ള ഒരാഗ്രഹം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയ്ക്കില്ല. അള്ളാഹു ഏൽപ്പിച്ച ദൗത്യം വളരെ കൃത്യമായി, വളരെ പൂർണ്ണതയോടുകൂടി നടപ്പിലാക്കുക എന്നതാണ് അദ്ദേഹം ലക്ഷ്യമിടുന്ന കാര്യം. സ്വാഭാവികമായിട്ടും വെല്ലുവിളികൾ നേരിടേണ്ടി വരും, പ്രതിസന്ധികൾ തരണം ചെയ്യേണ്ടി വരും, വലിയ ത്യാഗങ്ങൾ അനുഭവിക്കേണ്ടത് ആയിട്ടൊക്കെ വരും. അത്തരം സന്ദർഭങ്ങളിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മനസ്സിൽ തട്ടി നടത്തേണ്ട ഒരു പ്രാർത്ഥന, അല്ലാഹുവേ എന്റെ നാഥ, എന്നെ നീ സത്യാധിഷ്ഠിതമായി സത്യം ഉയർത്തിപ്പിടിച്ചുകൊണ്ട് നിലകൊള്ളാൻ കഴിയുന്ന ഒരിടത്തേക്ക് പ്രവേശിപ്പിക്കണമേ എന്നാണ്. സത്യം കൈവെടിഞ്ഞ് സത്യം കൈമോശം വന്ന് നഷ്ടപ്പെട്ടു പോയി എന്നിട്ട് എവിടെയും പ്രവേശിച്ചുകൊണ്ട് വിശേഷിച്ച് യാതൊന്നുമില്ല. വേണ്ടതിലധികം ദ്രോഹവും ഉണ്ട് താൻ. വെല്ലുവിളികൾ നേരിടുന്ന നമ്മുടെ കാലഘട്ടത്തിലെ, നമ്മുടെ ചുറ്റുപാടിലൊക്കെയുള്ള ആളുകളും അടിവരയിട്ട് മനസ്സിലാക്കേണ്ട ഒരു വിഷയമാണിത്. പലരും തടവിലാക്കപ്പെടുന്നുണ്ട്, പലരും ജീവത്യാഗം ചെയ്യേണ്ടി വരുന്നുണ്ട്, പലർക്കും കുടുംബത്തില് വലിയ നഷ്ടങ്ങൾ ഉണ്ടാകുന്നുണ്ട്. അത്തരം നഷ്ടങ്ങൾ ഉണ്ടാകുമ്പോ, ജീവത്യാഗം ഉണ്ടാകുമ്പോ, തടവറയിൽ കഴിയേണ്ടി വരുമ്പോ സത്യം നഷ്ടപ്പെടുത്തിക്കൊണ്ട് അവിടുന്ന് ഒരു മോചനം ഒരാളും കൊതിച്ചു പോകരുത്. അങ്ങനെ ആയിരുന്നെങ്കിൽ ഇങ്ങനെ ഒരു ദൗത്യം നിർവഹിക്കുന്നവരായി രംഗത്ത് വരേണ്ടതുണ്ടായിരുന്നില്ല. സത്യവിശ്വാസികളായി നിലകൊള്ളുന്ന ഒരു സംഘം, അല്ലെ ഒരു സമൂഹം, ഒരു ദൗത്യം നിർവഹിക്കുന്നവരായി നിലകൊള്ളുമ്പോഴാണ് അവര് വെല്ലുവിളികൾ നേരിടേണ്ടി വരും. ആ മാർഗത്തില് ധനനഷ്ടവും ജീവൻ നഷ്ടവും തടവറവാസവും ഒക്കെ അനുഭവിക്കേണ്ടി വരുമ്പോ സത്യം കോംപ്രമൈസ് ചെയ്തുകൊണ്ട്, സത്യത്തില് വെള്ളം കലർത്തി, അതിനെ ദുർബലമാക്കി, അതിനെ കൈവിട്ടുകൊണ്ടുള്ള ഒരു പ്രയാണം, പ്രതിസന്ധികളിൽ നിന്ന് രക്ഷപ്പെടാനുള്ള അങ്ങനെയൊരു വഴി പിശാചി നമ്മുടെ മുന്നിൽ തുറന്ന് കാണിച്ചു തരും. തീർച്ചയായിട്ടും നമ്മളെ അതിലേക്ക് ശക്തമായി പ്രലോഭിപ്പിക്കുന്ന, അതിന് പ്രേരിപ്പിക്കുന്ന പല സമ്മർദ്ദങ്ങളും നമ്മുടെ ചുറ്റുപാടുകളിൽ നിന്നായിട്ട് നമുക്ക് അനുഭവിക്കേണ്ടി വരും.
അത് നമ്മുടെ വളരെ ഗുണകാംക്ഷികളായിട്ട് എന്ന് തോന്നുന്ന വിധത്തിലുള്ള ആളുകളൊക്കെ ഉണ്ടാകും. നമ്മുടെ അടുത്ത ബന്ധുക്കള്, നമുക്ക് ഒരു നിലക്കും അവഗണിക്കാൻ പറ്റുകയില്ലാത്ത തരം ബന്ധങ്ങളിലുള്ള ആളുകൾ, അവരൊക്കെ ആയിരിക്കും പലപ്പോഴും അത്തരം പ്രലോഭനങ്ങളും പ്രേരണകളും ഒക്കെ ആയിട്ട് നമ്മളെ സമീപിക്കും. പക്ഷെ അവിടെ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, നമ്മളൊരു മുദ്ഖലിന് വേണ്ടി തേടുന്നത് സിദഖില്ലാത്ത വിധത്തിലാണ്. സിദഖ് കൈ ഒഴിഞ്ഞുകൊണ്ട്, സത്യത്തെ കൈവെടിഞ്ഞുകൊണ്ടുള്ള ഒരു മുദ്ഖലാണ് നമ്മൾ തേടുന്നത് എന്നതാണ് അവിടെ നമ്മളെ പതിയിരിക്കുന്ന വലിയ അപകടം. അങ്ങനെ ഒരു രക്ഷപ്പെടൽ, അങ്ങനെ ഒരു മുക്തി നേടൽ ഒരു സത്യവിശ്വാസിയും ആഗ്രഹിക്കാൻ പാടില്ല, പ്രതീക്ഷിക്കാൻ പാടില്ല. അതിനുവേണ്ടി വഴങ്ങിക്കൊടുക്കാനോ അല്ലെങ്കിൽ അതിനുവേണ്ടി കീഴ്പ്പെടാനോ ഒന്നും പാടുള്ളതല്ല. മറിച്ച് അയാൾ ഏതൊരു ആദർശത്തിന്റെ പേരിലാണോ പ്രതിസന്ധികളിലേക്ക് തള്ളപ്പെട്ടിട്ടുള്ളത്, ആ ആദർശം, ആ സത്യം ഉയർത്തിപ്പിടിച്ചുകൊണ്ട് തല ഉയർത്തി നിൽക്കുന്ന അവസ്ഥയിലുള്ള ഒരു മുദ്ഖലാണ് അയാൾക്ക് തേടാവുന്ന ഒരേ ഒരു മാർഗം. അപ്പൊ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഇപ്പോ നേരിട്ടുകൊണ്ടിരിക്കുന്ന പ്രതിസന്ധികളെ തരണം ചെയ്യാൻ പിശാച് കാണിച്ചു കൊടുക്കുന്ന എളുപ്പ വഴിയുണ്ട്. അത് മക്കയിലെ പ്രമാണിമാരും അധികാരികളും ഒക്കെ ചൂണ്ടിക്കാണിക്കുന്ന ഒരു വഴിയാണ്. അവരുടെ അബദ്ധ വിശ്വാസങ്ങളെ കൂടി അക്കോമഡേറ്റ് ചെയ്തുകൊണ്ടുള്ള ഒരു സമീപനം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സ്വീകരിക്കുകയാണെങ്കിൽ നാട്ടിൽ നിന്ന് പുറത്താകേണ്ടി വരില്ല, ആളുകളൊക്കെ കൂടെ നിൽക്കും, ജനകീയനാകാൻ പറ്റും, ഒരു പ്രശ്നവും നേരിടേണ്ടി വരാത്ത വിധത്തിൽ അദ്ദേഹത്തിന് അവരുടെ മേൽ അധികാരമുള്ളവനൊക്കെ ആയി മാറാൻ സാധിക്കും. പക്ഷെ അങ്ങനെ ഒരു മാർഗം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മുന്നിൽ ഒരു പ്രവാചകൻ എന്നുള്ള നിലക്കോ അള്ളാഹുവിന്റെ മാർഗത്തിൽ സഞ്ചരിക്കുന്ന ഒരു വ്യക്തി എന്നുള്ള നിലക്കോ ഒരു കാരണവശാലും ഉണ്ടായിക്കൂടാ. അള്ളാഹുവിടെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ നമസ്കാരത്തിലൂടെ ദൃഢചിത്തതയുള്ളവനായി ആക്കി മാറ്റിക്കൊണ്ട്, പാദങ്ങൾ ഉറപ്പിക്കപ്പെട്ടവനായി മാറ്റിക്കൊണ്ട് ഈ ഒരു പ്രാർത്ഥന നിർവഹിക്കാനാണ് ആവശ്യപ്പെടുന്നത്. വഖുൽ, പ്രവാചകരെ ഇങ്ങനെ പ്രാർത്ഥിക്കുക, റബ്ബി അദ്ഖിൽനി മുദ്ഖല സിദ്ഖിൻ, എന്റെ നാഥ, എന്റെ റബ്ബെ, എന്നെ നീ സത്യത്തോടൊപ്പം ഒരു കാര്യത്തിലേക്ക്, ഒരു മേഖലയിലേക്ക് പ്രവേശിക്കാൻ വഴിയൊരുക്കണമേ എന്നാണ്. അപ്പൊ നീ എന്നെ എങ്ങോട്ട് പ്രവേശിപ്പിക്കുകയാണെങ്കിലും അത് സത്യം കൈമോശം വന്ന വിധത്തിലാവരുത്. സത്യാധിഷ്ഠിതമായി സത്യം ഉയർത്തിപ്പിടിക്കുന്നവനായി സത്യത്തിനു വേണ്ടി നിലക്കൊള്ളുന്നവനായിക്കൊണ്ട് നീ എനിക്കൊരു മുദ്ഖല് ഉണ്ടാക്കി തരണമേ, അങ്ങോട്ട് നീ എന്നെ പ്രവേശിപ്പിക്കണമേ എന്നാണ് ഇവിടെ തേടാൻ വേണ്ടി, പ്രാർത്ഥിക്കാൻ വേണ്ടി അള്ളാഹു പ്രവാചകനോട് ആവശ്യപ്പെടുന്നത്. അഖ്രിജ്നി മുഖ്റജ സിദ്ഖിൻ, അതുപോലെ തന്നെ പറയുന്നത് നീ എന്നെ പുറപ്പെടുവിക്കണമേ. അഖ്റജ എന്ന് പറഞ്ഞ പുറത്തു കൊണ്ടുവരിക, പുറത്താക്കുക, പുറത്തേക്ക് ആനയിക്കുക എന്നൊക്കെയാണ്. അപ്പൊ അഖ്രിജ്നി, നീ എന്നെ പുറത്തേക്ക് ആനയിക്കണമേ. ഏത് വിധത്തിലാ? മുഖ്റജ സിദ്ഖിൻ, സത്യത്തോടൊപ്പമുള്ള ഒരു പുറത്തേക്ക് വരൽ എന്ന് പറഞ്ഞാൽ ഇപ്പോ അകപ്പെട്ടിരിക്കുന്ന പ്രതിസന്ധികളുടെ ഈ ആഴക്കടലിൽ നിന്ന് നീ എന്നെ പുറത്തു കൊണ്ടുവരണമേ. എങ്ങനെയാണ് കൊണ്ടുവരേണ്ടത്? ആ സത്യം നഷ്ടപ്പെടുത്തിക്കൊണ്ടല്ല, ഉയർത്തിപ്പിടിച്ചുകൊണ്ടിരുന്ന ആദർശത്തെ കൈയൊഴിഞ്ഞുകൊണ്ടോ അതില് ശോഷണം വരുത്തിക്കൊണ്ടോ അതിനെ ദുർബലമാക്കിക്കൊണ്ടോ ഒന്നുമല്ല. മറിച്ച് ഇവിടെ ആവശ്യപ്പെടുന്ന മുഖ്റജ സിദ്ഖാണ്. അഖ്രിജ്നി മുഖ്റജ സിദ്ഖിൻ, സത്യത്തോടൊപ്പം സത്യം ഉയർത്തിപ്പിടിച്ചുകൊണ്ട് സത്യത്തിന് വേണ്ടി നിലക്കൊള്ളുന്നവനായിക്കൊണ്ട് എന്നെ നീ ഈ അവസ്ഥയിൽ നിന്ന് പുറത്തു കൊണ്ടുവരണമേ എന്നാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് പ്രാർത്ഥിക്കാൻ വേണ്ടി പറയുന്നത്. അപ്പൊ മക്കയിലെ ആ പ്രശ്നങ്ങൾ നിറഞ്ഞ ഭീഷണികൾ നേരിടേണ്ടി വരുന്ന അവസ്ഥയിൽ നിന്ന് എന്നെ നീ പുറത്തേക്ക് ആനയിക്കണമേ എന്നാണ് പ്രാർത്ഥന നടത്തേണ്ടത്.
അതെങ്ങനെയാണ് പുറത്തു വരേണ്ടത്? ഈ സത്യനിഷേധികളുമായി എന്തെങ്കിലുമൊക്കെ അഡ്ജസ്റ്റ്മെന്റ് ചെയ്തുകൊണ്ട്, അവരോട് കോംപ്രമൈസ് ആയിക്കൊണ്ട്, ആദർശത്തില് ഡൈല്യൂഷൻ വരുത്തിക്കൊണ്ട്, അതിനെ ശോഷണവും ദൗർബല്യമുള്ളതും ആക്കിക്കൊണ്ട് പുറത്തു വരികയല്ല വേണ്ടത്. ആദർശത്തെ അതിന്റെ തീഷ്ണതയോടും അതിന്റെ മികവോടും പൂർണ്ണതയോടും കൂടി നിലനിർത്തുന്നവനായിക്കൊണ്ട് എന്നെ ഈ അവസ്ഥയിൽ നിന്ന് നീ പുറത്തേക്ക് അണയിക്കണമേ എന്നാണ് ഇവിടെ പ്രാർത്ഥിക്കാൻ വേണ്ടി പറയുന്നത്. അപ്പോ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഈ പ്രതിസന്ധികൾ നിറഞ്ഞ മക്കയിലെ അവസ്ഥയിൽ നിന്ന് പലായനം ചെയ്യാൻ, ഹിജ്റ ചെയ്യാൻ സമയമായിട്ടുണ്ട്. അതിന് ആ ഹിജ്റ സിദ്ഖോടുകൂടിയുള്ള ഒരു പുറപ്പെടലും സിദ്ഖോടുകൂടിയുള്ള ഒരു എത്തിച്ചേരലുമാവണം. അതിനു വേണ്ടി പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കണം എന്നാണ് ഇവിടെ നിർദ്ദേശിക്കപ്പെട്ടിട്ടുള്ളത്. സിദ്ഖോടുകൂടിയാണ്, സത്യം ഉയർത്തിപ്പിടിക്കുന്നവനായിക്കൊണ്ടാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മക്കയിൽ നിന്ന് പുറത്തു വരേണ്ടത്. സത്യം ഉയർത്തിപ്പിടിക്കുന്നവനായിക്കൊണ്ടാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മദീനയിലേക്ക് പ്രവേശിക്കേണ്ടത്. പുറത്തു വരേണ്ടതും പ്രവേശിക്കേണ്ടതും സിദ്ഖോടുകൂടി സത്യം ഉയർത്തിപ്പിടിക്കുന്നവനായിക്കൊണ്ട് ആയിരിക്കണം. ആ വിധത്തിൽ എനിക്ക് നീ സൗകര്യം ഒരുക്കി തരണമേ എന്ന് പ്രാർത്ഥിക്കണം എന്നാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് അള്ളാഹു ആവശ്യപ്പെടുന്നത്. എന്നിട്ട് ഇതിപ്പോ ഇവിടുന്ന് പുറത്തു കടന്ന് മറ്റൊരിടത്തേക്ക് പ്രവേശിച്ചു. പക്ഷെ അവിടെ ഇതിനേക്കാളേറെ പ്രതിസന്ധികൾ ഉള്ളതും ഇതിനേക്കാളേറെ ആദർശം വെല്ലുവിളി നേരിടുന്നതുമാണെങ്കിലോ അങ്ങനെ ഒരു അവസ്ഥയല്ല വേണ്ടത്. എന്താണ് അള്ളാഹുവിനോട് വീണ്ടും ചോദിക്കേണ്ടത്? വജഅലി മിൻ ലദുൻക സുൽത്താന, നീ എനിക്കൊരു കരുത്തൊരുക്കി തരണമേ. ഒരു സുൽത്താൻ, ഒരു ശക്തി, ഒരു അധികാരം നീ എനിക്ക് ഒരുക്കി തരണമേ. എങ്ങനത്തെ അധികാരമായിരിക്കണം? നസീറ, എനിക്കുള്ള ഒരു സഹായമായിക്കൊണ്ടുള്ള ഒരു അധികാരം. ഇത് പലതും ആവാം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് പിന്തുണ നൽകാൻ ചില അധികാരസ്ഥന്മാർ സന്നദ്ധരായി വരുന്നത് അദ്ദേഹത്തിനുള്ള നസ്റാണ്, സഹായമാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയ്ക്ക് തന്നെ അള്ളാഹു വലിയ അധികാരം നൽകുന്നത്, ഒരു സമൂഹത്തിന്റെ മേൽ പൂർണ്ണമായ അധികാരം നൽകുന്നത് അതേ വിധത്തിലുള്ള ഒരു സഹായമാണ്. പല വിധത്തിലും ആകാം. മഹാനായ പ്രവാചകൻ യൂസുഫ് അലൈഹിസ്സലാമിന് അദ്ദേഹം ഈജിപ്തില് ദൗത്യം നിർവഹിക്കാൻ അള്ളാഹു അവസരമൊരുക്കിയപ്പോ അദ്ദേഹത്തിന് അള്ളാഹു സുൽത്താൻ നൽകിയത് നമ്മൾ കാണുകയുണ്ടായി. അത് അവിടെ ഭരണം നടത്തിയിരുന്ന ആളുടെ പൂർണ്ണമായ പിന്തുണയായിരുന്നു ഒരു ഘട്ടത്തിലെങ്കിൽ, അധികാരം പൂർണ്ണമായി നിയന്ത്രണത്തില് കൊണ്ടുവന്നുകൊണ്ട് എല്ലാ സംഗതികളും കൈകാര്യം ചെയ്യാൻ കഴിയുന്ന വിധത്തില് യൂസുഫ് അലൈഹി ഇസ്ലാമിന് തന്നെ അധികാരം കൈയാളാൻ സാധിക്കുന്ന ഒരവസ്ഥ കൂടി ഉണ്ടായി എന്നത് നമ്മൾ പിന്നീട് കാണുന്നുണ്ട്. ഇവിടെ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ സംബന്ധിച്ചിടത്തോളം മദീനയിലേക്ക് മുദ്ഖല സിദ്ഖോടുകൂടി എത്തിച്ചേരുമ്പോ അദ്ദേഹത്തിനെ പിന്തുണക്കാൻ, അദ്ദേഹത്തിന് താങ്ങും തണലുമാകാൻ, അദ്ദേഹത്തിന് കരുത്ത് പകരാൻ അവിടെ അൻസാറുകള് സജ്ജരായി സന്നദ്ധരായി ഒരുങ്ങി നിൽപ്പുണ്ടായിരുന്നു എന്നതാണ് വസ്തുത. വർഷങ്ങൾക്കുള്ളില് നമ്മൾ കാണുന്നത് ജസീറത്തുൽ അറബില് ഏറ്റവും സ്വാധീനമുള്ള അധികാരിയായിട്ട്, രാഷ്ട്രീയ മേധാവിത്വമുള്ള ജസീറത്തുൽ അറബിനെ പൂർണ്ണമായിട്ട് നിയന്ത്രിക്കാനും നയിക്കാനും സ്വാധീനിക്കാനും ഒക്കെ കഴിയുന്ന ഒരു അധികാര കേന്ദ്രമായിട്ട് തന്നെ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഉയരുന്നതും വളരുന്നതും ഒക്കെയാണ്. അപ്പൊ ഈ പ്രാർത്ഥനയുടെ മർമ്മം ഇതൊരിക്കലും തന്നെ കേവല ഉപദേശ പ്രസംഗകനായിട്ട് ഒതുങ്ങേണ്ട ഒരു കാര്യമല്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ദൗത്യം കേവല പ്രഭാഷണം നിർവഹിക്കുക എന്നതല്ല, ഉപദേശ പ്രസംഗം നടത്തുക, കാര്യങ്ങള് തത്വോപദേശം നൽകുക, അല്ലെങ്കിൽ ജനങ്ങൾക്ക് മാർഗദർശനമാകുന്ന വിധത്തിലുള്ള ആശയങ്ങൾ അങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുക എന്നുള്ളത് മാത്രമല്ല, ആ പറഞ്ഞുകൊണ്ടിരിക്കുന്ന കാര്യങ്ങളുടെ അടിസ്ഥാനത്തിലുള്ള ഒരു സാമൂഹ്യ രാഷ്ട്രീയ ക്രമം കൊണ്ടുവരികയും അത്
ശക്തി ഉപയോഗിച്ചുകൊണ്ട് തന്നെ നടപ്പിലാക്കുകയും ചെയ്യുക എന്നതാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ അള്ളാഹു ചുമതലപ്പെടുത്തിയിട്ടുണ്ടായിരുന്ന കാര്യം എന്നത് മക്ക ഫതഹോടുകൂടി നമുക്ക് മനസ്സിലാക്കാൻ നമ്മുടെ കൺമുന്നിൽ അനാവൃതമായി കാണാൻ സാധിക്കുന്നുണ്ട്. അപ്പോ വേണ്ടവര് സ്വീകരിക്കട്ടെ, വേണ്ടാത്തവര് മാറി നിൽക്കട്ടെ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് അങ്ങനെ ഒരു പ്രഭാഷണം നടത്തി മാറി നിൽക്കുന്ന ഒരു റോളല്ല നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്കുള്ളത്. മറിച്ച് അള്ളാഹുവിന്റെ സഹായത്തോടെയും തൗഫീഖോടെയും കൂടി അള്ളാഹു അദ്ദേഹത്തെ ചുമതലപ്പെടുത്തി ജനങ്ങളുടെ മുന്നിൽ കേൾപ്പിച്ചുകൊണ്ടിരിക്കുന്ന ആ ആദർശത്തിന്റെ അടിസ്ഥാനത്തിലുള്ള ഒരു സാമൂഹ്യ രാഷ്ട്രീയ ജീവിതക്രമം നടപ്പിലാക്കുക എന്നതുകൂടിയാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ സംബന്ധിച്ചിടത്തോളം നിർവഹിക്കാനുണ്ടായിരുന്ന ദൗത്യം. വിശുദ്ധ ഖുർആൻ അങ്ങനെ വിവരിച്ചുകൊണ്ടിരുന്നാൽ, അത് വിശദീകരിച്ചുകൊണ്ടിരുന്നാൽ അതിനൊരു ഫലം ഉണ്ടാകും. പക്ഷേ എല്ലാവരും അത് അംഗീകരിക്കുന്നവരോ സമൂഹത്തിന്റെ പൊതു ക്രമമായിട്ട് ഖുർആൻ മുന്നോട്ട് വെക്കുന്ന ആദർശം നിലവിൽ വരുന്നതോ ഉണ്ടായിക്കൊള്ളുന്നില്ല. അതിന് സ്വദേശപരമായ ആസൂത്രണവും പദ്ധതികൾ ആവിഷ്കരിക്കലും അതിന്റെ അടിസ്ഥാനത്തിലുള്ള ആസൂത്രണവും പ്രവർത്തനങ്ങളും ഒക്കെ ആവശ്യമാണ്. ഖുർആൻ കൊണ്ട് നടപ്പിലാകാത്തത് അധികാരം കൊണ്ട് നടപ്പിലാകും എന്ന് പണ്ഡിതന്മാര് ആദ്യ തലമുറയിലൊക്കെ ഉണ്ടായിരുന്ന വളരെ പ്രമുഖരായ പണ്ഡിതന്മാര് നിരീക്ഷിച്ചത് കാണാൻ കഴിയും. അധികാരം കയ്യിലുണ്ടാകുമ്പോഴാണ് ഖുർആന്റെ അടിസ്ഥാനത്തിലുള്ള ഖുർആൻ മുന്നോട്ട് വെക്കുന്ന ആദർശത്തിനെ മുൻനിർത്തിക്കൊണ്ടുള്ള ഒരു സാമൂഹ്യ ക്രമം കൊണ്ടുവരാൻ സാധിക്കും. എല്ലാവരും ഖുർആന്റെ മാർഗത്തില് ജീവിക്കാൻ സന്നദ്ധരായി മാറിയതിനു ശേഷം അങ്ങനെ ഒരു സാമൂഹ്യ വ്യവസ്ഥ വരിക എന്നതല്ല ഉണ്ടാവുക. ഏതെങ്കിലും ഒരിടത്തില് അള്ളാഹുവിന്റെ ഈ ദൈവിക ജീവിത വ്യവസ്ഥ നടപ്പിലാകുമ്പോഴാണ് അതിലേക്ക് വരാൻ സന്നദ്ധരാവാതെ പല കാരണങ്ങളാലും മടിച്ചു നിൽക്കുന്ന പല ആളുകൾക്കും അതിനുള്ള ധൈര്യവും ശക്തിയും ഒക്കെ ഉണ്ടാവുക. ഇല്ലെങ്കിൽ നാട്ടിൽ പല പ്രമാണിമാരെയും ഭയപ്പെട്ടുകൊണ്ട് അതിനൊന്നും സന്നദ്ധമല്ലാതെ മാറി നിൽക്കുന്നവരായിരിക്കും എണ്ണത്തിൽ കൂടുതൽ ഉണ്ടാവുക. അപ്പോ ഖുർആൻ കൊണ്ട് നടപ്പിലാക്കപ്പെടാത്തത് അധികാരം കൊണ്ട് നടപ്പിലാക്കപ്പെടുന്നു എന്ന നിരീക്ഷണത്തില് വലിയ കഴമ്പുള്ളതായിട്ട് നമുക്ക് കാണാൻ കഴിയും. സാധാരണ ജനങ്ങള് പലപ്പോഴും ഒരു പൊതു ശക്തി കാണിക്കുന്ന, അതുപോലെ അധികാരം കാണിക്കുന്നവരോടൊപ്പം നിൽക്കാന് മാത്രം കഴിയുന്നവ ദുർബലരായ ആളുകളായിരിക്കും. അപ്പൊ അത്തരം ആളുകൾ ഉൾപ്പെടെ സമൂഹത്തിൽ ഒരു വലിയ മാറ്റം ഉണ്ടാക്കാൻ, ഒരു വലിയ സാമൂഹ്യ മാറ്റം ഉണ്ടാകാൻ അധികാരം ആവശ്യമാണ്. കരുത്തും രാഷ്ട്രീയ ശക്തിയൊക്കെ തന്നെ ആവശ്യമാണ്. അങ്ങനെയുള്ള ഒരു അധികാരം ഉള്ള, ശക്തിയും കരുത്തുമുള്ള ഒരവസ്ഥ തനിക്ക് നൽകണമേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കാനാണ് അള്ളാഹു ഇവിടെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ആവശ്യപ്പെടുന്നത് എന്നുകൂടി നമുക്കിവിടെ കാണാൻ കഴിയും. വജഅല്ലി മിൻ ലദുൻക സുൽത്താനൻ നസീറ, എനിക്ക് സഹായമാകുന്ന വിധത്തിലുള്ള ഒരു സുൽത്താൻ നീ എനിക്കായി ഒരുക്കി തരണമേ എന്നതാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ അധികാരത്തിന് വേണ്ടി ആഗ്രഹിച്ചവനോ അധികാരം എന്തെങ്കിലും സ്വാർത്ഥമായ താല്പര്യങ്ങൾക്ക് വേണ്ടി വിനിയോഗിച്ചവനോ അല്ല. സ്വന്തം ആവശ്യങ്ങൾക്ക് വേണ്ടി, സ്വന്തം യശസ് ഉയർത്താൻ, അല്ലെങ്കിൽ സ്വന്തം കീർത്തി വർദ്ധിപ്പിക്കാൻ, തനിക്ക് മറ്റുള്ളവരെ അടക്കി വാഴുന്നവനായി മാറാനൊക്കെ വേണ്ടി അധികാരം കിട്ടാൻ ആഗ്രഹിക്കുന്ന ധാരാളം അധികാരമോഹികളെ നമുക്ക് ചരിത്രത്തിലുടനീളം കാണാൻ സാധിക്കും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അത്തരക്കാരനായിരുന്നില്ല എന്നത് ചരിത്രം നമ്മളെ ബോധ്യപ്പെടുത്തുന്നത്. അപ്പൊ എന്താണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഈ വിധത്തിൽ സുൽത്താൻ തരണമേ എന്ന് ചോദിക്കാൻ അള്ളാഹു ആവശ്യപ്പെടുന്നതിന്റെ കാരണം, ഒരു സാമൂഹ്യ മാറ്റം, സമൂഹത്തിന്റെ ഒരു വിമോചനം പൂർണ്ണതയിലേക്ക് എത്തണമെങ്കിൽ ആ വിമോചനത്തിന് ചുക്കാൻ പിടിക്കുന്ന ആൾക്ക് അധികാരം നേടാൻ സാധിക്കണം എന്നതാണ് വസ്തുത. അത് അയാൾക്കോ അയാളുടെ കുടുംബത്തിനോ വേണ്ടിയുള്ള
ചരിത്രത്തിൽ അയാൾക്ക് ഒരു പിഴുതു മാറ്റാൻ പറ്റാത്ത ഒരു ഇടം നേടിയെടുക്കാനൊന്നും വേണ്ടിയുള്ള ഒരു പ്രയത്നമല്ല അത്. സമൂഹത്തെ ഉദ്ധരിക്കാനും സമൂഹത്തെ റീഷേപ്പ് ചെയ്യാനും സമൂഹത്തെ വിമോചിപ്പിക്കാനും ഒക്കെ ആവശ്യമായ ഒരു അധികാരമാണത്. അങ്ങനെ ഒരു അധികാരം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് ലഭിക്കുമ്പോഴാണ് അദ്ദേഹം ഉയർത്തിപ്പിടിച്ച ആദർശത്തിന് അതിന്റെ പൂർണ്ണതയോടുകൂടി നിലക്കൊള്ളാനുള്ള, അതിന്റെ അടിസ്ഥാനത്തിലുള്ള ഒരു സാമൂഹ്യ രാഷ്ട്രീയ വ്യവസ്ഥ നിലവിൽ വരുമ്പോൾ ആ ജീവിതക്രമം പ്രായോഗികമായി നിലവിൽ വരിക എന്നതാണ് വസ്തുത. അപ്പോ അതിന് സാഹചര്യം ഒരുക്കി തരണമേ എന്ന് പ്രാർത്ഥിക്കാൻ വേണ്ടിയാണ് അള്ളാഹു നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ഇവിടെ ആവശ്യപ്പെടുന്നത്. വജഅൽനി മിൻ ലദുൻക സുൽത്താനൻ നസീറ, നിന്റെ പക്കലിൽ നിന്നുള്ള ഒരു സഹായം എന്നുള്ള നിലക്ക്, എനിക്കുള്ള പിന്തുണ എന്നുള്ള നിലക്ക് നീ അധികാരം, നിന്റെ അടുക്കൽ നിന്നുള്ള സുൽത്താൻ നീ എനിക്ക് നൽകണമേ എന്നുകൂടിയാണ് ഇവിടെ നിർവഹിക്കപ്പെടുന്ന പ്രാർത്ഥന. അപ്പൊ നേരത്തെ പറഞ്ഞ വിധത്തില് മുഖ്റജ് സിദഖ് പറഞ്ഞ പോലെ, അതുപോലെ മുദഖല സിദഖ് പറഞ്ഞ പോലെ, ഇവിടെ ഈ സുൽത്താനും സിദഖിന്റെ അടിസ്ഥാനത്തിൽ തന്നെ സിദഖ് ഉയർത്തിപ്പിടിക്കുന്നതിന് വേണ്ടി, ആദർശം ഉയർത്തിപ്പിടിക്കുന്നതിന് വേണ്ടിയുള്ള ഒരു സുൽത്താൻ ആണ് എന്നത് നമുക്ക് ഈ ആയത്തിന്റെ സൂചനയിൽ നിന്ന് മനസ്സിലാക്കാൻ സാധിക്കും. ഇന്നത്തെ സെഷൻ, ഈ ആയത്തിന്റെ വിവരണം ഞാനിവിടെ അവസാനിപ്പിക്കുകയാണ്. ഈ നമസ്കാരം നിർവഹിക്കുന്നതിന്റെ ക്രമവും ചിട്ടയും അതിന്റെ ആത്മാവും ഒക്കെ ഉൾക്കൊണ്ടുകൊണ്ട് അത് നിർവഹിക്കുന്ന ആ സന്ദർഭത്തിൽ, അതിനുവേണ്ടിയുള്ള പരിശീലനം നൽകപ്പെടുന്ന ആ സന്ദർഭത്തിൽ വളരെ സുപ്രധാനമായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ദൗത്യ ജീവിതത്തിന്റെ ഏറ്റവും പ്രാധാന്യമുള്ള ഒരു ഘട്ടത്തിലേക്ക് പ്രവേശിക്കുന്നതിന് കളമൊരുങ്ങുന്ന, അതിന് അള്ളാഹുവിന്റെ തൗഫീഖും അള്ളാഹുവിന്റെ പിന്തുണയും ഒക്കെ ആവശ്യപ്പെട്ടുകൊണ്ട് നടത്തുന്ന ഒരു പ്രാർത്ഥന നിർവഹിക്കാനാണ് അള്ളാഹുവിടെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ആവശ്യപ്പെട്ടിട്ടുള്ളത് എന്ന് കാണാൻ കഴിയും. ഇന്നലെ ഒന്ന് രണ്ട് ചോദ്യങ്ങൾ ഇന്നലത്തെ സെഷനോട് റെസ്പോൺസ് ആയിട്ട് വന്നിട്ടുണ്ടായിരുന്നു. മരണശേഷമുള്ള പ്രതിഫലം എന്ന വാഗ്ദാനം ശിക്ഷ എന്ന ഭീഷണിയും ഉപയോഗിച്ച് ഒരേ തരത്തിൽ ചലിക്കുന്ന ഒരു പട്ടാളം രൂപീകരിച്ചു എന്നതല്ലേ ശരി എന്ന് ആണ് ഒരു ചോദ്യം. അങ്ങനെ ഒരു ശരി അതിലുണ്ട്. അതിലെന്താ കുഴപ്പം? മരണശേഷം പ്രതിഫലം ഉണ്ട് എന്നുള്ളതും മരണശേഷം ശിക്ഷയുണ്ട് എന്നുള്ളതും ഒരു പച്ചയായ യാഥാർത്ഥ്യമാണ് എന്നത് ബോധ്യപ്പെടാനുള്ള വഴികൾ നിങ്ങൾ അന്വേഷിക്കുക മാത്രമേ വേണ്ടതുള്ളൂ. അതാണ് എനിക്കത് സംബന്ധമായിട്ട് പറയാനുള്ളത്. ഒരേ തരത്തിൽ ചിന്തിക്കുന്ന ഒരു പട്ടാളം തീർച്ചയായിട്ടും ലോകത്തിന് അത് ആവശ്യമാണ്. സത്യബോധമുള്ള, ദിശാബോധമുള്ള, ദൈവിക മാർഗദർശനമുള്ള ഒരു സൈന്യം, ഒരു ശക്തി മുന്നോട്ട് വരിക എന്നത് ലോകത്തെ ഒരു ക്രമമുള്ള ഒരു ഇടമാക്കി മാറ്റാൻ ആവശ്യമാണ്. ഇല്ലെങ്കിൽ അത് അനർഹരായ, സ്വാർത്ഥരായ, ഭൗതിക നേട്ടങ്ങൾ ആഗ്രഹിക്കുന്ന തരത്തിലുള്ള ആളുകളുടെ കൈകളിലേക്ക് പോയി പോകും. അത് നമ്മൾ കാണുന്നുണ്ടല്ലോ. യുണൈറ്റഡ് നാഷൻസ് എന്ന് പറഞ്ഞ ഒരു അധികാര കേന്ദ്രം കഴിഞ്ഞ ഒരു 10-75 കൊല്ലമായിട്ട് ലോകത്ത് നിലനിൽക്കുന്നുണ്ട്. എന്നെങ്കിലും ഏതെങ്കിലും വിഷയത്തില് സത്യവും നീതിയും ഉയർത്തിപ്പിടിക്കാനും അത് നടപ്പിലാക്കാനും അവർക്ക് സാധിച്ചിട്ടുണ്ടോ? ഒന്ന് ആലോചിച്ച് നോക്കൂ. അത് വമ്പൻ പരാജയമാണ് എന്നത് ഇന്ന് നമ്മള് ഇപ്പോ ഫലസ്തീൻ വിഷയത്തിൽ തന്നെ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുകയാണ്. ലോകം അത് വിളിച്ചു പറഞ്ഞുകൊണ്ടിരിക്കുക. അതിന് കാരണം എന്താ? അധികാരം ശരിയായ ആദർശമില്ലാത്തവരുടെ കൈകളിലാണ് അവിടെ വന്നു ചേർന്നത് എന്നതുകൊണ്ടാണ് എന്ന് കാണാൻ കഴിയും. അതുകൊണ്ട് ബാക്കി മരണം ഉണ്ടോ, മരണത്തിന് ശേഷം വിചാരണയുണ്ടോ, പ്രതിഫലമുണ്ടോ, ശിക്ഷയുണ്ടോ എന്നതൊക്കെ നിങ്ങൾ നിങ്ങളുടെ മനസാക്ഷിയോട് തന്നെ ചോദിച്ച് അതിന് ഉത്തരം കണ്ടെത്തണം. അതൊരാൾക്ക് ബോധ്യപ്പെടുത്തി തരാൻ കഴിയുന്ന കാര്യമല്ല. സ്വാഭാവികമായ യുക്തിപരമായ തലത്തിൽ നിന്നുകൊണ്ട് അത് ആവശ്യത്തിലേറെ ഞാൻ വിശദീകരിച്ചു കഴിഞ്ഞിട്ടുണ്ട്. സൂര്യന്റെ ഉദയം സമയം, അസ്തമയ സമയം, ഇതൊക്കെ പ്രപഞ്ച സൃഷ്ടാവിനെ സംബന്ധിച്ചിടത്തോളം നിലനിൽക്കുന്ന ഒന്നല്ല. ഭൂമിയിൽ നിന്ന് മുകളിലേക്ക് നോക്കുന്ന മനുഷ്യനാണ് ഉദയം അസ്തമയം എന്നൊക്കെ തോന്നുന്നത് എന്നാണ് മറ്റൊരു നിരീക്ഷണം.
തീർച്ചയായിട്ടും അദ്ദേഹം പറഞ്ഞത് ശരിയാണ്. ഈ ഖുർആനിലൂടെ പഠിപ്പിക്കപ്പെട്ടിട്ടുള്ളത് ഭൂമിയിൽ നിന്ന് മേലോട്ട് നോക്കുന്ന മനുഷ്യന് വേണ്ടിയാണ്. അതുകൊണ്ട് തന്നെ സൂര്യന്റെ ഉദയം അസ്തമയം പോലെയുള്ള കാര്യങ്ങൾ ചില അടയാളപ്പെടുത്തലുകളായിട്ട് അവർക്ക് അള്ളാഹു പറഞ്ഞു കൊടുക്കും. കാരണം ഇത് ഭൂമിയിൽ അള്ളാഹുവിന്റെ പ്രതിനിധിയായി ജീവിക്കാൻ സന്നദ്ധരാകുന്ന ആളുകൾക്ക് വേണ്ടിയുള്ള നിർദ്ദേശമാണ്. ഭൂമിയിൽ നിന്ന് പുറത്ത് കടന്നിട്ട് മറ്റൊരു ലോകത്തുനിന്ന് താഴേക്ക് ഇങ്ങോട്ട് ഭൂമിയിലേക്ക് നോക്കുന്ന ഒരവസ്ഥയിൽ ഉള്ള ഒരു സംവിധാനമല്ല ഇവിടെ പഠിപ്പിക്കപ്പെടുന്നത് എന്നത് മനസ്സിലാക്കിയാൽ കാര്യങ്ങൾ പ്രയാസമില്ലല്ലോ, എളുപ്പമാണല്ലോ. അപ്പൊ അള്ളാഹു എന്തുകൊണ്ട് ഈ ഭാഷയിൽ സംസാരിക്കുന്നു എന്ന് ചോദിച്ചാൽ, അള്ളാഹു മനുഷ്യരോടാണ് സംസാരിക്കുന്നത്. അതുകൊണ്ടാണ് ഈ കാര്യങ്ങൾ ആരെ കേൾപ്പിക്കാൻ, ആർക്ക് മനസ്സിലാക്കാനാണ് ഈ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്? അവർക്ക് മനസ്സിലാകുന്ന ഭാഷയിലാണല്ലോ പറയേണ്ടത്. അവരുടെ മുന്നിലുള്ള യാഥാർത്ഥ്യങ്ങളാണല്ലോ ഉയർത്തി കാണിക്കപ്പെടേണ്ടത്. അത്രേ ഇവിടെ ഉള്ളൂ, അതിൽ കൂടുതലായിട്ടൊന്നും ഉണ്ടായിട്ടില്ല. അതുകൊണ്ട് കാര്യങ്ങൾ യുക്തിപൂർവകമായിട്ട് ഉൾക്കൊള്ളാൻ ചോദ്യം ഉന്നയിച്ചിരിക്കുന്ന അല്ലെങ്കിൽ നിരീക്ഷണം നടത്തിയിരിക്കുന്ന SK എന്ന വ്യക്തിക്ക് അള്ളാഹു തൗഫീഖ് നൽകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കുകയാണ്. വാഖിർ ദഅവാന അനിൽ ഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ഇന്നത്തെ ഖുർആൻ പഠനം ഇവിടെ സമാപിക്കുന്നു. ഖുർആൻ പഠനത്തിൽ പങ്കെടുത്ത എല്ലാവർക്കും അല്ലാഹു അർഹമായ പ്രതിഫലം നൽകി അനുഗ്രഹിക്കട്ടെ. വആഖിറു ദഅവാനാ അനിൽ ഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.